കണ്ണൂരിൽ CPM പ്രവർത്തകർ പോലീസിനെ വധിക്കാൻ ശ്രമിച്ച കേസ് പിൻവലിക്കാനുള്ള ഹർജിയിൽ പ്രോസിക്യൂട്ടർക്ക് കടുത്ത വിമർശനമുണ്ടാവുകയാണ്. ഭരണകക്ഷിയിൽപ്പെട്ടവരായ പ്രതികളുടെ സ്വാധീനത്തിൽ നീതിയെ പരാജയപ്പെടുത്താനുള്ള നീക്കം ഗുരുതരമായ കേസാണെന്നും പിൻവലിക്കാനുള്ള നീക്കം സമൂഹത്തിൽ വലിയ പ്രത്യാഘാതമുണ്ടാക്കുമെന്നും കോടതി. ഫെലിക്സ് വിവരങ്ങളുമായി ചേരുകയാണ്. ഫെലിക്സ്, പ്രോസിക്യൂട്ടർക്ക് നേരെയാണ് കോടതിയുടെ വിമർശനമുണ്ടാകുന്നത്. എന്താണ് കോടതി ചൂണ്ടിക്കാണിക്കുന്നത്? 2015 പയ്യന്നൂർ കുന്നരുവിൽ വെച്ചാണ് ഈ CPM പ്രവർത്തകർ പോലീസിനെ വധിക്കാൻ ശ്രമിച്ചത്. ആ കേസ് പിൻവലിക്കാനുള്ള ഹർജി നൽകിയിരുന്നു സർക്കാർ. അതിൽ സർക്കാരിന് വലിയ തിരിച്ചടിയാണ് ഉണ്ടായത്. അതായത് തളിപ്പറമ്പ് അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി ഈ ഹർജി പൂർണ്ണമായും തള്ളിക്കൊണ്ടാണ് വിധി പറഞ്ഞത്. ആ വിധി ന്യായത്തിലാണ് പ്രോസിക്യൂട്ടർക്കെതിരെ രൂക്ഷ വിമർശനമുള്ളത്. അതിൽ ഏറ്റവും പ്രധാനമായും പറയുന്നത് ഇത് അതീവ ഗുരുതരമായ ഒരു കേസാണ്. ആ കേസിൻ്റെ ഗ്രാവിറ്റി മനസ്സിലാക്കാതെയാണ് ഇത്തരമൊരു ഹർജി പ്രോസിക്യൂട്ടർ നൽകിയിട്ടുള്ളത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ പ്രതികൾ 13 പ്രതികളും ഭരണകക്ഷിയിലുള്ളവരാണ്. ആ ഭരണകക്ഷിയിലുള്ള ആളുകളുടെ സ്വാധീനത്താൽ പ്രോസിക്യൂട്ടർ ഇങ്ങനൊരു ഹർജി നൽകിയത് അത് സ്വാഭാവിക നീതിയെ തകർക്കാനുള്ള ശ്രമം എന്നതാണ് തളിപ്പറമ്പ് അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി ജഡ്ജി KN പ്രശാന്ത് ആ വിധി ന്യായത്തിൽ ചൂണ്ടിക്കാട്ടുന്നത്. ഒപ്പം തന്നെ ഈ പ്രവർത്തകർ അതായത് പൊളിറ്റിക്കൽ പാർട്ടിയിലെ പ്രവർത്തകർ അവർ നിയമവിരുദ്ധമായി സ്വാഭാവിക നീതിയിൽ കടന്നു കയറിയുള്ള പ്രവൃത്തികളാണ് ചെയ്തത്. അതുകൊണ്ട് പൂർണ്ണമായും ഈ ഹർജി തള്ളുന്നു എന്നതാണ് കോടതി വ്യക്തമാക്കിയിട്ടുള്ളത്. അതായത് 2015 ഈ സംഭവം നടക്കുന്നത്. അന്ന് കുന്നരുവിൽ സംഘർഷമുണ്ടാകുന്നു എന്നറിഞ്ഞാണ് അവിടെ പഴയങ്ങാടി പോലീസ് അവിടെ എത്തിയത്. ആ സമയത്താണ് 25ഓളം വരുന്ന CPM പ്രവർത്തകർ ഈ പോലീസ് വാഹനം തടയുകയും വടിവാൾ ഉപയോഗിച്ച് വെട്ടുകയും ചെയ്തത്. അങ്ങനെ വടിവാൾ ഉപയോഗിച്ച് വെട്ടിയ സമയത്ത് ആ പോലീസ് ഉദ്യോഗസ്ഥൻ മാറി. അങ്ങനെ ആ വാള് കൊണ്ടത് ജീപ്പിനാണ്. അങ്ങനെ പോലീസ് വാഹനത്തിനും കേടുപാടുകൾ സംഭവിച്ചു. 66,000 രൂപയുടെ കേടുപാടുകളാണ് സംഭവിച്ചത്. അങ്ങനെ പോലീസിനെ വധിക്കാൻ ശ്രമിച്ച കേസിൽ 307 വധശ്രമ കേസിലാണ് കേസ് പിൻവലിക്കാനുള്ള ഹർജി സർക്കാർ നൽകിയത്. അതാണ് കോടതി തള്ളിയത്. ഇതിലെ പ്രതികൾ നേരത്തെയും നിരവധി വധശ്രമ കേസുകളിലും ഉൾപ്പെട്ടവരാണ്. ഒപ്പം തന്നെ ഈ 13 പ്രതികളും പശ്ചാത്തലത്തിൽ ഇനി മേൽക്കോടതിയെ സമീപിക്കാനാണോ പ്രതിഭാഗത്തിന്റെ തീരുമാനം, നീക്കം? സ്വാഭാവികമായും എന്തായിരിക്കും പ്രതിഭാഗത്തിന്റെ നീക്കം എന്നത് വ്യക്തമല്ല. പക്ഷേ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഈ കേസിൽ പ്രതികൾ വിചാരണ നേരിടുകയാണ് ഇനി ചെയ്യാൻ പറ്റുന്നുവെന്ന്. അല്ലെങ്കിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ മേൽക്കോടതിയിൽ ഈ ഹർജി പിൻവലിക്കാനുള്ള അപേക്ഷ നൽകണം. അത് എത്രമാത്രം ഉണ്ടാകുമെന്നറിയില്ല. പക്ഷേ ഇപ്പോൾ കോടതി വ്യക്തമാക്കിയിട്ടുള്ളത് ഈ 13 പ്രതികളും ഇനി വിചാരണ നേരിടണമെന്നതാണ്. കോടതി ഒരു കാര്യം കൂടി വാക്കാൽ പരാമർശിച്ചു. അതിങ്ങനെയാണ്: നിയമസഭ തല്ലിപ്പൊളിച്ച അല്ലെങ്കിൽ നിയമസഭയിൽ കയ്യാങ്കളി ഉണ്ടായി ആ കേസ് പിൻവലിക്കാനൊരു നീക്കം സർക്കാർ നടത്തിയിരുന്നു. അതുപോലെയാണ് ഈ കേസും ഭരണകക്ഷിയുടെ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതും തള്ളുകയാണെന്നാണ് കോടതി വ്യക്തമാക്കിയിട്ടുള്ളത്. പ്രതികളുടെ സ്വാധീനത്തിൽ നീതിയെ പരാജയപ്പെടുത്താനുള്ള നീക്കം നടത്തുന്നു എന്നുള്ളതാണ് കോടതിയുടെ നിരീക്ഷണം.